ഒരു സെക്യുലർ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കളികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണത്. അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. അതേസമയത്ത് ഓരോ മതത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആളുകൾ വെവ്വേറെ കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകൾക്ക് കീഴിൽ അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കണം. ദിക്ർ മജ്ലിസുകൾ അതൊരു ലഹരിയായി മാറണം. ലൈബ്രറികളും വായനാ കേന്ദ്രങ്ങളും അതൊരു ലഹരിയായി മാറണം. ജനസേവന പ്രവർത്തനങ്ങൾ, രോഗികളെ കുളിപ്പിച്ചു കൊടുക്കുക, അവർക്ക് നല്ല വസ്ത്രമിടിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി മരുന്നുകൾ കളക്ട് ചെയ്യുക, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, അത് നമ്മുടെ ലഹരിയായി മാറണം. പാവപ്പെട്ടവന്റെ വീട് കെട്ടിച്ചു കൊടുക്കുക, അവരുടെ വീടുകൾ വൃത്തിയാക്കി കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ലഹരിയായി മാറണം. അങ്ങനെ സത്യത്തിൻ്റെയും നന്മയുടെയും സേവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ലഹരിയിലൂടെ അധാർമികമായ ലഹരികളെ വിഭാടനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാം ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്.